വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ പോകുന്നത് പന്തളത്ത് കോയിക്കൽ അമ്പലത്തിലേക്കാണ്, നമ്മുടെ അയ്യപ്പൻ്റെ കൊട്ടാരത്തിലേക്ക്. നമ്മുടെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോയിൽ അമ്മങ്കോയിൽ ഇറങ്ങിയിട്ട് നേരിട്ടുള്ള പന്തളം ബസ്സിന് കയറി ഞങ്ങളിതാ കോയിക്കൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നത് തിരുവാഭരണം കാണാനാണ്, പക്ഷേ ഞങ്ങൾക്ക് തിരുവാഭരണം കാണാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ 5:30 ആയപ്പോഴത്തേക്കിനും ഇവിടുത്തെ ഒരു തമ്പുരാട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം തിരുവാഭരണം ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഒരു കടയിൽ കയറി. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ആകെ ഒരു ടിക് ക്ലിപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല റേറ്റ് ആയിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും റേറ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി ഞങ്ങളൊരു ക്ലിപ്പും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ പോകുന്നത് തൂക്കുപാലത്തിലേക്കാണ് കേട്ടോ. ഇവിടം വരെ വന്നിട്ട് നമ്മൾ തൂക്കുപാലമൊക്കെ കാണാതെ എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ തൂക്കുപാലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ദാ ഒരാളെ കണ്ടു. ഞാൻ അയാളെ കണ്ടപ്പോൾ തിരിച്ച് വന്നതാണ്. ഇവിടെ നിന്ന് വെള്ളം കുടിക്കുകയാണ്. കഴിക്കാൻ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഈ ഒരു പട്ടിക്കുട്ടിയുടെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ അപ്പ എന്നെ കളിയാക്കുമായിരുന്നു. നീ ഒരു പൂച്ചയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇനി അടുത്ത ഇതിനെ കൂടെ കൊണ്ടുവരാനാണോ എന്ന് ചോദിച്ചുകൊണ്ട്. എനിക്ക് പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പട്ടിക്കുട്ടി എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അത് വെള്ളം കുടിച്ചിട്ട് അതിൻ്റെ പാട്ടിന് പോയി. ഞങ്ങൾ ഇങ്ങോട്ടും പോന്നു. ഇതാണ് തൂക്കുപാലം. ഇവിടെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പന്തളത്ത് NSS കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മണ്ഡലകാലം ആകുമ്പോഴത്തേക്കിനും ഇവിടെ അന്നദാനം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വരുമായിരുന്നു. എന്നിട്ട് ഈ തൂക്കുപാലത്തിലൊക്കെ വന്നിരിക്കുകയും നിൽക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങ് അറ്റം വരെ നടന്നു വന്നപ്പോഴത്തേക്കിനും ഇവിടെങ്ങും ആൾക്കാരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചുമ്മാ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ തൂക്കുപാലം ചെറുതായിട്ട് ഷെയ്ക്ക് ആകുമ്പോഴത്തേക്കിനും ഒരു പേടി പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴത്തെ സൈഡിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. ആ അമ്പലത്തിൽ കയറി വന്നു. ഇവിടെ ആണെങ്കിൽ ആൾക്കാരെ ഇല്ലായിരുന്നു. നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഇവിടെ ആ ഒരു ചുറ്റുമതിലിൽ അങ്ങനൊരു ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു അമ്പലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും ഞങ്ങളോട് കുറച്ച് തമിഴൻ അണ്ണന്മാർ വന്നിട്ട് അയ്യപ്പൻ കുളിച്ച കുളം അറിയുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവർ കണ്ടുപിടിച്ചു. അവർ പോയതിൻ്റെ പുറകിൽ ഞങ്ങളും വെച്ച് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻ കുളിച്ച കുളം കാണാനായിട്ട് വന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് എത്ര കറക്റ്റാണ്. ഇവിടെ എത്ര വർഷം കൊണ്ട് ഞങ്ങൾ വരുവാണെന്നറിയാമോ. പക്ഷേ ഞങ്ങൾ ആരും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുമില്ല, ഇതൊന്നും കണ്ടിട്ടുമില്ല. ഇത് കണ്ടോ, ഇത് പണ്ട് പുരാതന കാലത്ത് വെള്ളം കോരിക്കൊണ്ടിരുന്ന ഒരു കിണറാണ്. ഞാൻ ഈ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നമ്മുടെ വീടിൻ്റെ ആ ഒരു ജനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കോരുന്നത്. പക്ഷേ ഇപ്പം നേരി കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. ഇതാണ് അയ്യപ്പൻ കുളിച്ച കുളം. ഇതിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ. അതിൻ്റെ മേളിലൊരു പുലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, മേളിലൊരു പുലിയൊക്കെ ഉണ്ട്. ഈ ഒരു കുളത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ആ ഒരു ബിൽഡിങ് ആ ഒരു വലിയ പഴയ രീതിയിലുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ അകത്തൂടെ ഈ ഒരു കുളത്തിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ സിനിമകളിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു കുളം കണ്ടിട്ടുള്ളൂ, വീടുമായിട്ട് ചേർന്ന് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. ഞങ്ങൾ ഇവിടെ പന്തളത്ത് ഒരിടയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ സ്ഥിരം ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുമായിരുന്നു. പക്ഷേ ഇതുവരെ ഞങ്ങൾ ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ടോ കണ്ടിട്ടോ ഇല്ല. ഞാൻ കുറേ വർഷം കൊണ്ട് വരുമായിരുന്നു. പക്ഷേ ഇതുവരെ ഈ ഒരു കുളവോ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്കാണെങ്കിൽ തിരുവാഭരണം കാണാൻ പറ്റാത്തതിന് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷമമൊക്കെ അങ്ങനെ തീർന്നു. ഇതുവരെ കാണാൻ പറ്റാത്ത അയ്യപ്പൻ കുളിച്ച കുളമൊക്കെ കാണാൻ പറ്റിയില്ലേ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും അവിടെ കുറേ ചേട്ടന്മാർ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ലയെന്ന്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും അങ്ങ് വെളിയിൽ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് കഞ്ഞി കിട്ടത്തില്ലെന്ന് അറിയാമായിരുന്നു. ഒത്തിരി ടൈം ആയായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പം. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അവിടുന്ന് ചോറ് കിട്ടി. അപ്പം ഞങ്ങൾ ചോറൊക്കെ നല്ല കുശാലായിട്ട് കഴിച്ചു. നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവിടുന്ന് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ കടകളിലൊക്കെ ഒന്ന് കയറി. ഒരുപാട് നല്ല നല്ല കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഹെവി കമ്മലൊന്നും ഞാൻ അധികം ഇടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കമ്മലൊന്നും വാങ്ങാത്തത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് കമ്മലുണ്ട്, അതുപോലും ഞാൻ അധികം ഇട്ട് തീർക്കാറില്ല. എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ മറന്നുപോകും. ഇന്ന് തന്നെ ധൃതി വെച്ച് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ മറന്നുപോയി കമ്മലിടാൻ. ഞാൻ ഇട്ടിരുന്ന കമ്മലിട്ടുകൊണ്ട് തന്നെയാണ് വന്നത്. ഞാൻ ഈ ഒരു കമ്മലിൽ ആ വൈറ്റ് കമ്മൽ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കയറി ആകെ ടയേർഡായി കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതോടെ വരെ എല്ലാവർക്കും ബൈ ബൈ.